ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി എന്നെ, അതായത് രോഗീ ദർശനത്തിന് എൻ്റെ ഫ്രണ്ട്സും നൈബേഴ്സും ബന്ധുക്കളെല്ലാവരും വന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് വന്നതെല്ലാം ഒരു 1.5 വരവായിരുന്നു. എന്നെ പോലെ തലതിരിഞ്ഞ ഐറ്റങ്ങൾ വേറെയും ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സർജറി കൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ ഉപയോഗം വാ കാണിച്ചുതരാം. ഈ കാണുന്നത് ജിൻസിമോൾ, മേക്കപ്പ് ആർട്ടിസ്റ്റാ. എൻ്റെ ദുബായിലെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. വന്ന് 2 മിനിറ്റ് സുഖവിവരം അന്വേഷിച്ചതിന് ശേഷം ഞാൻ കുറെ നാളെ ഹോസ്പിറ്റലും വീട്ടിലും തന്നെ ഇരിക്കല്ലേ, എന്റെ സൗന്ദര്യത്തിന് ക്ഷീണം കാണുന്ന വെച്ച് ഫുൾ ടൂൾസ് ആയിട്ട് വന്നതായി കാണുന്ന കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, എന്റെ മുഖം കണ്ടോ? അത് വേറെ സങ്കടവും വേദനയും ഡിപ്രഷൻ അടിച്ചിരുന്ന ഞാൻ ഈ ടൂൾസ് എല്ലാം കണ്ടപ്പോ ബാക്ക് ടു എന്റെ വൈബായി. പിന്നെ ഇടം വലം നോക്കാതെ ത്രെഡിങ്. ഈ കാണുന്നത് എന്റെ മിന്നോ, ഞങ്ങളുടെ മാമയാണ് കേട്ടോ. രോഗിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ. പിന്നെ എന്തായി നോക്കിയേ, ജിൻസിയുടെ ലൈറ്റിംഗ് അസിസ്റ്റന്റ്. പറയാതിരിക്കാൻ വയ്യ, രണ്ടുപേരും തമ്മിൽ വൻ കെമിസ്ട്രി. ഇനി ഇതിനിടയിൽ എൻ്റെ അച്ഛൻ്റെ ഒരു വിജൃംഭിച്ച എൻട്രിയാണ് ഈ കാണുന്നത്. അതായത് മിസ്റ്റർ ബാലകൃഷ്ണൻ ഷോയിങ് വാട്ട് ടാങ് ഈസ് ഗോയിങ് ഓൺ ഇൻ മൈ ഹൗസ്. പക്ഷെ ഒന്നും പുറത്ത് പറഞ്ഞില്ല, കാരണം അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അങ്ങനെ എന്റെ ത്രെഡിങ് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും കണ്ട കാഴ്ച, എന്നെ കാണാൻ വന്ന എന്റെ മേമ തായിരിക്കുന്നു ത്രെഡ് ചെയ്യാൻ. വാമിനി നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങി എന്റെ പാപ്പൻ. തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വരവാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ചു നേരം ഇത് നോക്കി നിന്നു. പിന്നെ പാപ്പൻ ഒരു നിപ്പ് നിന്നിട്ടുണ്ട്. ഇതിപ്പോ കൊച്ചുമോളെ കാണാൻ വന്നതാണോ അതോ ബ്യൂട്ടീഷ്യനെ എങ്ങാനും? ഇത് കഴിഞ്ഞതും എന്നെ കാണാൻ വന്നത് നമ്മുടെ സിനിമ നടിയാണ് കേട്ടോ, കാതറിൻ. അതായത് നമ്മുടെ കരാട്ടെ റാണി, ഞങ്ങളുടെ മാമിയ. ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഈ കാണുന്ന പേഷ്യന്റ് ബെഡ് ഒരു കരാട്ടെ റിംഗ് ആയി മാറുകയായിരുന്നു. പിന്നെ ഫൈറ്റേഴ്സ് തമ്മിൽ കരാട്ടയായി, ഗുസ്തിയായി. ഞാനൊരു കയ്യകരം പാലിച്ചു നിന്നു. ആരോഗ്യമാണല്ലോ പ്രധാനം. കണ്ടു ബോധം പോയെങ്കിലും പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ വൈമാളിലായിരുന്നു. കുറച്ച് കോസ്മെറ്റിക് ഷോപ്പിംഗ് ഒക്കെ നടത്തി. എന്തോ എന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് എന്റെ പാരന്റ്സ് വളരെ ഹാപ്പി ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.